ഹായ് ഡാഡി. ഹായ് ഷീ. ഹലോ ഓൾ. അങ്ങനെ ഇന്ന് ഞാൻ ഹാംസ്റ്ററിന്റെ സെന്ററിലേക്ക് പോവാണ് കേട്ടോ. അവിടെ ഒരു സ്വീഡിഷ് ട്രഡീഷൻ നടക്കുന്നുണ്ട്, അത് കാണാനായിട്ടാണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ട്രഡീഷൻ നടക്കുന്നത് ഒരു ലേക്ക് സൈഡിലാണ്. അപ്പൊ ലേക്കിന്റെ അങ്ങോട്ട് പോയി അവിടെ കൂട്ടി വെച്ചിരിക്കുന്ന പുല്ലുണ്ടോ അത് കത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ അജണ്ട. ഞങ്ങൾ വലിയ തിരക്കൊന്നുമില്ല, ടൈം ആയിട്ടില്ല. അപ്പൊ സൈഡിൽ ഇങ്ങനെ ഇരുന്നു, അവിടുത്തെ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടു. ഇതായിരുന്നു പെട്ടെന്ന് വിശപ്പിന്റെ വെളി വന്ന ബർഗർ കിങ്ങിൽ പോയി ഒരു ബർഗറൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴത്തേക്കും കണ്ടതേ എന്ത് മനുഷ്യരായിരുന്നറിയോ. ഞങ്ങൾ പോയപ്പോ സൈലന്റ് ആയിട്ടിരുന്ന സ്ഥലത്ത് മൊത്തം ആൾക്കാർ നിറഞ്ഞ് നല്ല കൺജസ്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ കയറി നിന്റെ പ്രോഗ്രാംസ് ഒക്കെ കണ്ട് ഇങ്ങനെ ചില്ല് ചെയ്ത് നിൽക്കായിരുന്നു. ഇതുപോലെ കുറെ പാട്ടുകൾ ഉണ്ടായിരുന്നു, കൊയറായിരുന്നു, പിന്നെ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല, സ്വീഡിഷിലായിരുന്നു. പക്ഷെ എൻജോയ് ചെയ്ത് നിന്നു. ഞാൻ വന്നിട്ട് ഇത്ര ആൾക്കാർ ഈ ഹാംസ്റ്റർ സിറ്റിയിൽ കാണുന്നത് ആദ്യമായിട്ടാണ്. ലേക്കിന്റെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും മൊത്തം ആൾക്കാരായിരുന്നു. അമ്പോ, ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് തന്നെ എനിക്ക് സംശയമായി പോയിട്ടോ. പിന്നെ നമ്മുടെ ട്രഡീഷന്റെ ഭാഗമായിട്ട് ഇത് കണ്ടില്ലേ, ആ റിവറിന്റെ ആ സൈഡിൽ നിന്നും ഇങ്ങനെ ചെറിയ തോണിയില് ആൾക്കാര് തീയൊക്കെ വെച്ചിട്ട് വരുന്നുണ്ടല്ലേ. അതിനകത്ത് ഈ വരുന്ന ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന തീ കൊണ്ട് അവര് ആ ഒരു പുല്ല് കൂട്ടിയിട്ടിരിക്കുന്നില്ലേ അതിന് ചുറ്റും ചെന്ന് അത് കത്തിക്കും. ഇതൊരു വാൾബോഗ് എന്നാണ് ഇതിന്റെ ഈ ഒരു ട്രഡീഷന്റെ പേര്. ഇതെന്താന്ന് വെച്ചാല് ഇത് നമ്മുടെ സ്പ്രിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നതാണ്. ഇത്രയും നാളും വിന്റർ ഒക്കെ ആയിരുന്നു, ഇരുട്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോ കുറച്ച് വെളിച്ചം വരട്ടെ എന്ന് കരുതിയിട്ട് ആ ഒരു കോൺസെപ്റ്റിലാണ് ഈ ഒരു ട്രഡീഷൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് പണ്ട് വിച്ചസ് വരുമായിരുന്നു. അപ്പൊ വിച്ചസിനെ നാട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തീ കത്തിക്കും എന്നൊക്കെയായിരുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ട്രഡീഷണലി അവർ ഫോളോ അപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങള്. അപ്പോൾ ഇതാണ് വാൾബർഗ് എന്ന് പറയുന്ന ആ ഒരു ട്രഡീഷൻ. അങ്ങനെ ഇത് ഫുൾ ഇങ്ങനെ കത്തിത്തീർന്നപ്പോൾ 3 ഹാർട്ട് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത്. ഐ തിങ്ക് അത് ഹാംസ്റ്റർ കമ്മ്യൂണിന്റെ സിമ്പിളാണ്, 3 ഹാർട്ട്. അതാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. ഇത് സ്വീഡനിലെ എല്ലായിടത്തും തന്നെ നടക്കാറുള്ള ഒരു ചടങ്ങാണ്. ലൈക്ക് April 13 സ്പ്രിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിലായിരിക്കും ഇത് നടക്കുന്നത്. നല്ല രസം ഉണ്ടായിരുന്നു, നല്ലോണം ഞങ്ങൾ ഈ ഒരു ട്രഡീഷൻ എൻജോയ് ചെയ്തു. അതൊക്കെ കണ്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇറ്റ്സ് ബൈ ഫ്രം ദീനു ആൻഡ് മൈ ബഡീസ്. ഓക്കെ, ബൈ.